നേപ്പാൾ ദുരന്തം ഇന്ന് 3 ദിവസം പിന്നിടുമ്പോൾ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ സ്ഥിരീകരിച്ചത് 547 മരണമാണ്. ഇത് ദുരന്തത്തിൻ്റെ അവസാന കണക്കല്ല എന്നത് ആശങ്ക കൂട്ടുന്നു. മലയാളികളടക്കമുള്ള 288 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500ഓളം പേരെ കണ്ടെത്താനുണ്ട്. ഈ കണക്കുകളെല്ലാം ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. മാത്രമല്ല, ദുരന്തമേഖലയിൽ പുതിയ ഒരു മിന്നൽ പ്രളയ ഭീഷണി കൂടി നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ അടക്കം സാരമായി ബാധിക്കുന്നുണ്ട്. പക്ഷേ ചൈനീസ് ഭാഗത്തുള്ള 400 ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വീണ്ടും പ്രളയ മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് വടക്കൻ നേപ്പാൾ മേഖല. നേരത്തെയുണ്ടായ പ്രളയജലത്തിൽ ടിബറ്റൻ അതിർത്തിയിൽ രൂപം കൊണ്ട താൽക്കാലിക തടാകം തകർന്നു. നിലവിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി ബോട്ടേകോശി, തൃശൂലി, നാരായണി നദികളുടെ തീരത്ത് നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചു. നേപ്പാളിനോട് ചേർന്ന് ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. 2 ദിവസം മുൻപുണ്ടായ മിന്നൽ പ്രളയം കനത്ത നാശനഷ്ടമാണ് നേപ്പാളിലുണ്ടാക്കിയത്. കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ അടിയന്തര നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്. 300ഓളം ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500-ലധികം പേരെ പ്രളയത്തിൽ കാണാതായിട്ടുണ്ട്. ഒറ്റപ്പെട്ടുപോയ തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ 63 ഇന്ത്യക്കാരെ ഇതിനോടകം രക്ഷപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചൈനീസ് ഭാഗത്തുള്ള 400 ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരാണെന്നും നേപ്പാളിന്റെ അനുമതി ലഭിച്ചാൽ ഇന്ത്യൻ സൈന്യവും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കാണാതായ ഇന്ത്യക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയവും നേപ്പാൾ, ചൈന എന്നിവിടങ്ങളിലെ ഇന്ത്യൻ എംബസിയും വിശദമായി പരിശോധിച്ചു വരികയാണ്. മരുന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സാമഗ്രികളും ഉൾപ്പെടെ നേപ്പാളിന് ഇന്ത്യ അടിയന്തര സഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ സാമഗ്രികളുമായി വ്യോമസേനാ വിമാനങ്ങൾ ഇന്നും നേപ്പാളിലെത്തി. ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ നന്ദി അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.